നമുക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി ആഗ്രഹം ഒന്നുമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ജസ്റ്റ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇനി നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ എടുക്കുന്ന ആളാണ്, പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്, അതുപോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ കഴിവുള്ള ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ വളരെ സന്തോഷമുള്ള സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹൈ എനർജിയിൽ ഹൈ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹം റൈറ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതുപോലുള്ള ആളുകൾ നിങ്ങൾ ഡെയിലി ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണം എന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഹൈ എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ എപ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നോ, ഹൈ എനർജിയിൽ നിൽക്കുന്നോ, ആ ഒരു മൊമെന്റിൽ മാത്രം നിങ്ങളുടെ ആഗ്രഹം ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കണം, പക്ഷേ എപ്പോഴും നിങ്ങൾ അതിന്റെ ഒരു ഇമ്പോസിബിൾ സൈഡാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ഓർക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നടക്കാൻ പോസിബിൾ അല്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ചില ആഗ്രഹങ്ങൾ, അല്ലെ? അങ്ങനെയല്ല, നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ഫ്രെയിം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തകർത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഡെയിലി നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ഈ ഒരു തോട്ടാണ് നിങ്ങൾ ആദ്യം റീപ്രോഗ്രാം ചെയ്യേണ്ടത്. നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുണ്ടാവുന്ന തോട്ട്സും വിശ്വാസവും ഫീലിങ്സും ആണ് ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? 21 days അല്ലെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഓരോ ദിവസവും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതണം, സെൽഫായിട്ട് പറയണം, അതുപോലെ റൈറ്റ് ആയിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ സാധിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി പുതിയൊരു തോട്ട്സ്, ഫീലിങ്സ്, പുതിയൊരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പുതിയൊരു ഹാബിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. സോ ഇനീഷ്യലി നിങ്ങളുടെ മൈൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് സിറ്റുവേഷന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ 21 days ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് സ്ലോലി നിങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അത് ആക്ച്വലി നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതുവരെ നിങ്ങൾ ആ ഒരു ആഗ്രഹത്തെ പറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു ഹാബിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് 21 ദിവസം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച്, നിങ്ങളുടെ സമയം സൗകര്യം അനുസരിച്ചിട്ട്, രാവിലെ ആയിരിക്കാം, രാത്രി ഉറങ്ങുന്നതിന് മുൻപായിരിക്കാം, ഉച്ചയ്ക്ക് ആയിരിക്കാം, ആരും ഇല്ലാത്തൊരു സമയത്തായിരിക്കാം, എപ്പോഴാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഇമ്പോസിബിൾ, നിങ്ങൾക്കത് നേടാൻ സാധിക്കില്ല, നിങ്ങളുടെ ലൈഫിൽ അത് വരാൻ ഒരു വഴിയും ഇല്ല എന്ന് തോന്നുന്ന കാര്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പിക്ക് ചെയ്യുക. ആൻഡ് ഇതൊന്ന് നിങ്ങൾ ചെയ്യാം. ഈവൻ ചില ആളുകൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ചില ആഗ്രഹങ്ങൾ അവരും വിചാരിക്കുന്നുണ്ടായിരിക്കുക ഇതൊരു പോസിബിലിറ്റി, സാധ്യത കുറവായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതായിരിക്കാം, അല്ലെ? ആ ഒരു പോസിബിലിറ്റി കാണാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല, റൈറ്റ്? സോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ, നിങ്ങളുടെ വിശ്വാസം എന്താണോ, നിങ്ങൾ എന്താണോ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് അതിന്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കി, അതിന്റെ ഒരു ഇന്റൻസ് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴൊക്കെ നിങ്ങൾ ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്നുണ്ടോ, ഹൈ ഫ്രീക്വൻസിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾക്ക് വേണ്ട കാര്യം ത്രൂ വിഷ്വൽസിലൂടെ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ സെൽഫ് ടോക്കിലൂടെ പറയാം. ഓക്കെ, നമ്മുടെ വാക്ക് വളരെ പവർഫുൾ ആണ്, നമ്മൾ പറയുന്ന ഓരോ വേർഡ്സും വളരെ പവർഫുൾ ആണ്. സോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇൻഫിനിറ്റ് പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ പവർ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിലൊരു ട്രഷർ ആണ്. അത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട, ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം, ആ ഒരു പവർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഒന്ന് നിങ്ങൾക്ക് കൊടുക്കുക. ഒന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് യു ക്യാൻ റീക്രിയേറ്റ് യുവർ ലൈഫ്.